എടാ ഉണ്ണി നമുക്കൊരു മെസ്സേജ് കിട്ടി. എന്തോ ആംബുലൻസ് സൗണ്ട് ഒക്കെ കേൾക്കുന്നത്. ആര് പോയിരുന്നാണ് പറയുന്നേ? എടാ എനിക്ക് തോന്നുന്നു അവരുടെ വീട്ടിൽ എന്തായാലും ഇനി മരിക്കാനുള്ളത് അവരുടെ അമ്മൂമ്മ. ഇനി അമ്മൂമ്മ എങ്ങനെ തട്ടിപ്പോയോ? അമ്മൂമ്മ മരിക്കാൻ സാധ്യതയൊന്നുമില്ല. ഇന്നലെ ഉണ്ണിയെ ചെന്ന് വിളിക്കാൻ നേരത്ത് അവര് കഴിവറ മോൻ എന്തിനാ കയറി വന്നെന്ന് ചോദിച്ചാൽ അതുള്ള എങ്ങനെ പോകാനോ സാധ്യതയില്ല. അവനെ വിളിച്ചു നോക്കിയാല്. ഹലോ ഇവിടെ ഉണ്ണി, അമ്മൂമ്മ പോയോടാ? നീ എവിടെ പോന്ന്? 5 മിനിറ്റിനുള്ളിൽ വന്നില്ലേ? എന്റെ ഡെഡ് ബോഡി ആയിരിക്കും നീ കാണുന്നത്. ഞാൻ ചാവാൻ പോവാടാ. നീ എന്തിനാ ചാവുന്നേ? ഞാൻ ചാവാൻ പോവാ. നീക്ക് മര്യാദക്ക് 5 മിനിറ്റിൽ വന്നാണ്. നീ എവിടാന്ന് വെച്ചിട്ടാ ഞാൻ എങ്ങോട്ട് വരുന്നേ? ഞാൻ ലൊക്കേഷൻ അയച്ചേക്കാം. ദാ വരുന്നു. അല്ലല്ലേ ഞാൻ ചാവാൻ നേരത്ത് ലൊക്കേഷൻ അയക്കാൻ അവന്റെ ഒരു മനസ്സുണ്ടല്ലേ. ഇങ്ങോട്ടൊന്ന് വാ. എടാ എന്നാലും അവൻ എന്റെ 300 രൂപ വന്നില്ലടാ. എടാ അവൻ ഇനി മരിച്ചു കാണുമോ? അവൻ മരിച്ചു കഴിഞ്ഞാൽ ഫുഡ് മതി. ഇതെല്ലാം നമ്മൾ തന്നെ ഓർഡർ ചെയ്യണ്ടേ? ഇവന് ചത്ത് കാണൂടാ. അവന് ചത്ത് കാണുമോ? ചത്ത് കഴിഞ്ഞാ എങ്ങനെയാടാ? ഇവിടാണ് അവന്റെ വീട്. ആംബുലൻസ് ഇതുവഴി വരത്തില്ല. ഇവിടെ വൈകി നടക്കുമല്ലേ? ഞാൻ പറഞ്ഞുതരാം. എടാ ഇത് അവന്റെ വീട്. ഇതല്ല അവന്റെ വീട്. ഇത് അവന്റെ ചേട്ടന്റെ വീടാ. ഇവിടെ അവന്റെ വീട്. എങ്കിൽ ഇത് അവന്റെ വീട്. ഇതിലേ കൂടെ എന്തായാലും കൊണ്ടുവരാൻ പറ്റും. ഇതുവഴി പോകാൻ പറ്റത്തില്ല. ഇവിടെ മറ്റെല്ലാവരും നടക്കാൻ. എടാ കേണ എങ്കിൽ നമുക്ക് ഇതിലെ കൂടെ പോകണ്ട. എന്നാലും ഇങ്ങനെ വന്നാലും ഒരു പ്രശ്നമുണ്ട്. ഇവിടെ വയലില്ലേ, അങ്ങനെ കൊണ്ടുവരും. വയലേക്ക് പോട്ടെ, അവ ആദ്യമേ ചാവട്ടെ. അത് ശരിയാ. എടാ ആരാണ്ട് കൊന്നു കുത്തിക്കയറി വെച്ചേക്കോടാ. അവള് പോയടാ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവളെ. ഇവിടെ അവളെ കൊണ്ടു നടന്നേ. കൈ വെച്ച് എന്തൊക്കെയോ കാണിക്കുന്നതാ. നിന്റെ 300 രൂപ ആയിരിക്കും ചിലപ്പോ. അവൾക്ക് വേണ്ടി ഞാൻ ഈ ഭൂമിയുടെ അറ്റത്തോളം പോവാ. അത്രയ്ക്ക് ഇഷ്ടമായിരിക്കും അവളെ. അവൾക്ക് വേണ്ടി ഞാൻ മരിക്കാൻ വരെ തയ്യാറാണ്. എന്റെ 300 വേണ്ട എനിക്ക്. നീ വാ, ഇറങ്ങി വാ. എന്തോ നിന്റെ പ്രശ്നം എന്തുവാ? നീ ഞങ്ങളോട് വാ. നിനക്കൊക്കെ അറിയാലോ, കഴിഞ്ഞ 5 വർഷമായിട്ട് എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു, അവൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു. എന്നിട്ട് അവസാനം പുതിയൊരുത്തിനെ കിട്ടിയപ്പോ എന്നെ തേച്ച്. നീ ഇന്നലെ 300 രൂപ തന്നെയോ? ആ 300 ഞാൻ അവളെ റീചാർജ് ചെയ്ത് കൊടുത്ത്. ആ റീചാർജ് ചെയ്ത് നെറ്റിലാണ് അവൾ ഇന്നലെ എന്നെ ബ്രേക്കപ്പ് ചെയ്തത്. എന്റെ 300 രൂപ അടിച്ച് നീ എന്നെ മുഞ്ചിച്ച്, അവള് നിന്നെ മുഞ്ചിച്ച്. പിന്നെ ഒരു കാര്യമുണ്ട് എന്റെ അടുത്ത് പറയാനുള്ളത്. കാര്യം പറയാൻ കുഴപ്പമില്ല. അവളൊരു എന്തുവാടാ അവളൊരു പോക്കാൻ. എങ്ങോട്ട്? കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട്. സത്താൻ എനിക്കെന്റെ രതികാ മുരളിയെ മറക്കാൻ പറ്റത്തില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. രതിക